സജിൻ ചേട്ടാ, വിഷു ഒക്കെ അല്ലേ, ഞങ്ങളൊരു മനസ്സ് നിറഞ്ഞൊരു വിഷു കൈനീട്ടം അങ്ങോട്ട് തന്നാലോ? കൊടുക്കാം നമുക്ക്. അങ്ങനെയെങ്കിൽ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചെറിയ പുള്ളിയല്ല കേട്ടോ, ഈ തവണത്തെ സ്കൂൾ യുവജനോത്സവത്തിന് മിമിക്രിക്ക് 1ാം സമ്മാനം നേടിയ ആ മിടുക്കനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആൽവിൻ ആന്റണി. ആളെ കണ്ടപ്പോ തന്നെ എന്തായാലും സജിൻ ചേട്ടന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവര് നേരത്തെ അറിയുന്നതാണല്ലേ? എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്? എന്തായാലും എന്റെ ശബ്ദം അനുകരിക്കുകയായിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നത് ആൽവിൻ നേരത്തെ ഇവിടെ വന്നിട്ട് ഞെട്ടിച്ചിട്ടുണ്ട് നമ്മളെ പെർഫോം ചെയ്തിട്ട്. പക്ഷെ ഇതിപ്പോ സജിന മാത്രം കാണിക്കാൻ വേണ്ടിട്ടാണ്. വളരെ സന്തോഷം. താങ്ക് യു മച്ചാനെ. ആൽവിൻ അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ? അതായത് വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ടെൻഷൻ ഉണ്ടോ? സർപ്രൈസ് ആയിട്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇനി ആൽവിന്റെ ആ ഒരു ടെൻഷൻ അങ്ങോട്ട് വെച്ചിരിക്കണ്ട. നമുക്ക് ആ സർപ്രൈസ് ഇപ്പോഴും അങ്ങോട്ട് പൊട്ടിക്കാം അല്ലേ? അപ്പൊ തുടങ്ങി ആൽവിനെ. സജിൻ ചേട്ടന്റെ പൈങ്കിളി സിനിമയിലെ മറ്റേ പ്രപ്പോസിംഗ് സീനാണ്. എല്ലാവർക്കും പറഞ്ഞ ഒരു തവണ എനിക്ക് ദിവസം 1000 തവണ എന്റെ ഓരോ നോട്ടും എന്നെ കൊല്ലും. എന്റെ ശ്വാസത്തിൽ ഞാൻ പുഴജനിക്കും. എന്റെ ഹൃദയത്തിൽ നൃത്തം ചെയ്യുന്ന വേറെ ബൊമ്മയാണ് ഞാൻ. ബൊമ്മ, കുട്ടബൊമ്മ, കുട്ടബൊമ്മ. അടിപൊളി അടിപൊളി അടിപൊളി. പൊളിച്ച് പൊളിച്ച്. അടിപൊളി. ഞാൻ സംസാരിച്ചത്. ഇനി അമ്പാൻ ചേട്ടൻ ആയിട്ട് ഞാൻ നിൽക്കാം. ഇന്ററാക്ട് ചെയ്തോ എൻ്റെ അടുത്ത്. അമ്പാനായിട്ട് പറയാം. പറഞ്ഞു ബ്രോ, എന്താണ് സുഖമാണോ? എനിക്ക് സുഖമാണ്. ഞാനും അണ്ണനും കൂടി മലയാളം പോയി റീൽസ് എടുക്കാൻ വേണ്ടി പോയാണ്. അണ്ണന് പിന്നെ റീൽസ് ഭയങ്കര ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോ പുള്ളിനെ കാണില്ല. ഇവിടെ കണ്ടായിരുന്ന വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ടില്ല. കാര്യം ചോദിച്ചോട്ടെ അമ്മാനോട്. അമ്മാൻ എന്ത് ഇതുവരെ കല്യാണം കഴിക്കാത്തെ? അതായത് അണ്ണനായിട്ട് ഞാൻ ഭയങ്കര ബോണ്ടിങ് ആയതുകൊണ്ട് അണ്ണനും കല്യാണം കഴിക്കാറില്ല, ഞാനും കല്യാണം കഴിക്കാം. ആ ഒരു പ്രണയമൊന്നും ഇല്ല. പ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ അണ്ണനോട് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഞാനൊന്നും കൂടി വാഴ കണ്ടായിരുന്നിട്ടാ. ഞാനൊന്നും കൂടി മോങ്ങിപ്പോയി കണ്ട് കണ്ണു നിറഞ്ഞു പോയി. അടിപൊളി അടിപൊളി. ഞെട്ടിപ്പോയി. എങ്ങനെയുണ്ട് സജിൻ ചേട്ടാ ഞങ്ങളുടെ വിഷു കൈനീട്ടം? ഒരു രക്ഷയില്ല. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഹഗ് കൊടുത്തോ? എന്തായാലും സർപ്രൈസ് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒരു വലിയ കയ്യടി. മുകേഷ് ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ നടന്ന ഈ ഒരു മിമിക്രി പെർഫോമൻസ്? വളരെ ഗംഭീരമായിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെയുള്ള വളരെ അപൂർവമായിട്ടുള്ള സാഹചര്യം നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ അതൊക്കെ ആൽവിൻ ആന്റണിയുടെയും ഭാഗ്യമാണ്. അപ്പം ഞാൻ ചുമ്മാ ഒരു ഓർമ്മ പറയുകയാണ്. എല്ലാ നടന്മാർക്കും ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പം സജിൻ അത് പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ചിരിക്കുകയും ആൽവിൻ ആന്റണിയെയും പ്രോത്സാഹിപ്പിച്ചു. ആ ഇഷ്ടമല്ലാത്ത ഒരാൾ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ പഴയ മധുസാറിന്. മധുസാറിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഫ്രണ്ടിൽ വന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. കാര്യം അങ്ങനെയല്ല ഞാൻ എന്ന് പുള്ളി അങ്ങ് പറയും. അപ്പം ഞാൻ മിമിക്രി ചെയ്തിരുന്ന ആളാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റായിരുന്നു. സെക്കൻഡ് വന്ന മട്ടന്നൂർ കോളേജിലുള്ള ഒരു പയ്യനായിരുന്നു. മധുസാറിനെയാണ് ഇമിറ്റേറ്റ് ചെയ്തത്. ഒരു ചെറിയ രൂപവുമുണ്ട് മധുസാറിൻ്റെ. അപ്പം ഞാൻ സിനിമയിൽ വന്നു. മധുസാറുമായിട്ടൊരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ തിരക്കി പിടിച്ച് അവിടെ വന്നു. കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം പറഞ്ഞു, ഞാൻ വന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് മധുസാറിനെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എനിക്കിതൊന്ന് കാണിക്കണം. അപ്പം ഞാനത് മധുസാറിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വിചാരിക്കും കാണിക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും. ഒരു ഡെലിക്കറ്റ് സിറ്റുവേഷനാണത്. അപ്പം ഞാൻ പറഞ്ഞ് ഞാനൊന്ന് പരിചയപ്പെടുത്തരാം. മറ്റേ മിമിക്രിയൊക്കെ അതൊക്കെ നിൻ്റെ മിടുക്കാണ്, കാണിച്ചോണം. അത് പരിചയപ്പെടുത്തുന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് നല്ലപോലെ അറിയാം ഇവരെ എല്ലാവരെയായിട്ട് വരട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആലപ്പി അഷ്റഫൊക്കെ ഒന്ന് കാണിക്കുമ്പോഴത്തെ ഇങ്ങനൊന്നും അല്ല ഞാനെന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ കൂടെ ഉള്ള പഠിച്ചിരുന്നുള്ള ഒരാളാണ്, ഒന്ന് പരിചയപ്പെടാം. ആനന്ദ എന്ന് പറഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തോട്ട് നിൽക്കാം, നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൻ്റെ പുറത്തിറങ്ങി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഈ മിമിക്രി ആൾ സെക്കൻഡ് പ്രൈസ് കിട്ടിയ പയ്യൻ ഇറങ്ങി, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഞാൻ പോട്ടെ പോയി, പിന്നെ കണ്ടിട്ടില്ലേ. അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അതൊരു കലയാണ്. മിമിക്രി കലയാണോ ക്രാഫ്റ്റാണോ ആർട്ടാണോ എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങളായിട്ട് വലിയ കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷേ ആർട്ട് തന്നെയാണ്. എല്ലാവർക്കും പറ്റുന്നില്ലല്ലോ. അങ്ങനെ അത് വലിയ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ആൽവിന് വളരെയധികം സന്തോഷമായി കാണും. മുകേഷ് ഏട്ടൻ്റെ അടുത്തുനിന്ന് ഇത്ര നല്ല വാക്കുകളൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് തോന്നുന്നു. അതായത് ഞാൻ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയുടെ മുമ്പിൽ നിൽക്കാനും പറ്റി, ഇത്രയും സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകാരുടെ ആ റെസ്പോൺസും കേൾക്കാൻ പറ്റി, ഒത്തിരി സന്തോഷം. ഭയങ്കര ബ്ലസ്ഡ് ആണ്. അല്ല, ഒരു കാര്യം ചോട്ടെ, ആ നെസ്ലിന്റെ 2 വാക്കൊന്ന് സംസാരിക്കാമോ? ഇന്ററാക്ട് ചെയ്തോ, ഞാൻ സംസാരിക്കാം നസ്ലിനായിട്ട്. ബ്രോ ഇപ്പൊ ഏതാണ് പടം? ഒരു ഇപ്പോ എന്റെ പടം ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഒരു പാട്ടിറങ്ങിയായിരുന്നു, കണ്ടായിരുന്നോ? കണ്ടായിരുന്നു, അടിപൊളി. ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അടിപൊളിയായിട്ട് നല്ല ഡാൻസ്. താങ്ക് യു. എന്തായാലും കൊള്ളാം, അടിപൊളി. നമുക്ക് ഭയങ്കര സന്തോഷം. സജിൻ ചേട്ടൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ അതിലിരട്ടി സന്തോഷം ആൽവിൻ്റെ മുഖത്ത് കാണുമ്പോൾ നമ്മളെല്ലാവരും വളരെയധികം നമ്മുടെ മനസ്സ് നിറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു ആൽവിൻ. സജിൻ ചേട്ടാ, ഹാപ്പി വിഷു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഓഫ് ദുരിത സാഹചര്യം. ഇനി വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും തകർക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. ശാന്തികൃഷ്ണൻ്റെ 2ാമത്തെ സിനിമയാണ് ഇത്, ഞങ്ങളുടെ കഥ. അതിനകത്തും 5 പേര്, മണിയമ്പിള്ള രാജു, ശ്രീനാഥ്, ജഗതിച്ചേട്ടൻ, സന്തോഷിന്റെ ഫസ്റ്റ് ഫിലിമാണ് ഞാൻ. അവിടെ ഫോൺ വിളിച്ചോ ആരെങ്കിലും? അതോ ഇല്ല, ഈ ശാന്തികൃഷ്ണയ്ക്ക് അങ്ങനെ നമ്മുടെ സംസാരിക്കുന്നത് തന്നെ പിശിക്കുക. അങ്ങനെ ഫോൺ വിളിക്കാനും അങ്ങനെയുള്ള ഒരു എന്താ ഒരു മിടുക്കൊന്നും അന്നില്ല. ഭയങ്കര എല്ലാവരും ഹോട്ട് കേക്കാണ്. തമിഴിലും ഭയങ്കര ഹിറ്റ്, ഇവിടെ വന്ന് ഹിറ്റ് ഇവിടെ കിട്ടിയത് തന്നെ PG വിശ്വംഭരൻ സാറാണ്. അപ്പോൾ അദ്ദേഹം നമ്മളുടെ അടുത്തൊക്കെ പറഞ്ഞു ഇങ്ങനെ ശാന്തികൃഷ്ണയാണെന്ന് പറഞ്ഞപ്പം ചുമ്മാ വെറുതെ ഗുണ്ടടിക്കാതെ കേട്ടോ, ഇല്ല ശാന്തികൃഷ്ണയാണെന്നൊക്കെ പറഞ്ഞു. ശാന്തികൃഷ്ണ ഇങ്ങനെ ഒഴുകി വരും. ഞങ്ങളെല്ലാം ആരാധനയോടെ ഇങ്ങനെ നോക്കി നിൽക്കും. പിൽക്കാലത്ത് ഒരുപാട് സിനിമയൊക്കെ അഭിനയിച്ചതിന് ശേഷം വളരെ ഇത്രയും ഉണ്ടായിരുന്നു, അന്ന് അത്രയും ബഹുമാനം കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നി. ശാന്തിക്ക് തോന്നിയോ? ശാന്തിക്ക് തോന്നിയില്ല. ശാന്തിക്ക് ആ സമയത്ത് വാവുണ്ട് ഒരു വാക്ക് പോലും എനിക്ക് മിണ്ടാൻ അറിഞ്ഞൂടാ മലയാളം. സത്യമാണ്, അതുകൊണ്ടാണ് കൂടുതൽ മിണ്ടാതിരുന്നത്. ഇങ്ങനെ ഇവരൊക്കെ കളിയാക്കുമായിരുന്നു. എനിക്ക് തമിഴ് വരും, അതല്ല ഇംഗ്ലീഷ് പറയും, അതല്ലാതെ കൂടുതൽ മലയാളം വരും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം ആരോടും സംസാരിക്കില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഇപ്പോൾ കളിയാക്കുന്നത്. ഇപ്പോൾ പിന്നെ സംസാരിക്കും മിണ്ടരുത് എന്ന് പറയും. ഞാൻ ആക്ച്വലി നേരത്തെ അവിടെ ഇരുന്നപ്പോൾ മേനക മാമിനോട് പറയുമായിരുന്നേ, എൻ്റെ അമ്മയൊക്കെ ഇവരുടെ എന്തൊരു ഫാനാണെന്നറിയോ, ലൈക്ക് ശാന്തി മാമിൻ്റെയും മുകേഷ് ചേട്ടൻ്റെയും അതേപോലെ തന്നെ മേനക മാമിൻ്റെയും. അന്ന് അമ്മ എൻ്റെ അടുത്ത് പറയണം, ഇപ്പോഴത്തെ നായകന്മാർ എത്ര മേക്കപ്പ് ഇട്ടിട്ടാണ് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വരും. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ എന്തോരം മേക്കപ്പ് ഇട്ടിട്ടായിരിക്കും. ഇതിപ്പോ എല്ലാരും വരുമ്പോൾ പറയുന്ന ഒരു സാധനമാണ്. അല്ല കേട്ടോ, ചോദിക്കാൻ പോയതാണ്. ഉർവശേഷി വന്നോ പറഞ്ഞില്ലേ അത് അവർ ഭംഗിയല്ലാന്ന് പറയാൻ പറ്റുമോ പ്രജാതേട്ടാ? പറയാൻ പറ്റുമോ? അതില്ല മേനയ്ക്ക് ഒരു ക്രെഡിറ്റും കൂടെ കൊടുക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നാളെ ഞാനല്ല വേറെ ആരോ എണ്ണിയപ്പോഴത്തേക്ക് 123 നായികമാരുമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കാരണം അത്രയും കൂടുതൽ അഭിനയിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ശോഭന മോഹൻലാലുമായിട്ട് 25 പടം, അങ്ങനെ ഒരു ഹീറോയിനായിട്ട് ഒരുപാട് റിപ്പീറ്റ് ചെയ്യും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ വരുന്നൊരു ഹീറോയിൻ പടം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. നേരെ നമ്മൾ പുതിയതിനെ കൊണ്ടുവരണം. അങ്ങനെ പല പല ഭാഷകളിൽ നിന്നും എല്ലാം പുതിയ നായികമാരെല്ലാം വരും. അപ്പോൾ അതിൻ്റെ കൂടെ അഭിനയിക്കും. എന്നാൽ മേനയെക്കുറിച്ച് ഞാൻ പറയാൻ വന്നത്, അതൊരു വലിയ സഹകരണമാണ്. ഇത്രയും എളുപ്പം ഡ്രസ് ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു നായികയില്ല. നമ്മളൊരു പാട്ടായാലും ഒരു ഇതായാലും ഇനി നായിക ഡ്രസ് ചേഞ്ചാന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കിടന്ന് ഉറങ്ങും. ഇനി എപ്പോൾ വരാൻ നമ്മൾ മാറുന്നു, 2 മിനിറ്റ് കഴിഞ്ഞ് സാർ മേനക റെഡി. സിനിമയ്ക്ക് വേണ്ടി ജനിച്ച ആള്. അടിപൊളി. ഈ 123 നായകന്മാരുണ്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് മുകേഷ് ചേട്ടൻ പറഞ്ഞല്ലോ. ഏറ്റവും സുന്ദരിയായി തോന്നിയത് ആരെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത്തിരി കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിരിക്കില്ലേ മുകേഷ് ചേട്ടാ? ശരിക്കും പറഞ്ഞ ഞാൻ അഭിനയിക്കാത്ത നായികമാരെയാണ് ഞാൻ കൂടുതൽ സുന്ദരി. നല്ല ഒരു അതെ, ഡിപ്ലോമാറ്റിക് എന്നും പറയാൻ പറ്റില്ല ഇതിന്. അത് ഓൺ പോയിന്റ് ആൻസർ ആണ്. രണ്ടുപേരുടെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പൊ എന്ത് പറയാൻ പറ്റും? അത് കറക്റ്റ് ആൻസർ ആണ്. അല്ല, ശാന്തി മാം ഇതേപോലെ പറ്റിച്ചിട്ടുണ്ടോ മുകേഷ് ചേട്ടന്? ഞാൻ അങ്ങനെ ഒരിക്കലും ആരോടും ഒരാളെ കൊണ്ട് മാത്രം ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒന്നും നല്ലവളാവണ്ട. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മേനകയുടെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പം ഇങ്ങനെ വിഷ്ണു ലോകത്തിന്റെ ഒരു പാട്ടോ വിഷ്ണുലോകത്തിന്റെ ഒരു സീനോ വിഷ്ണുലോകം TV വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ബാക്കിൽ നിന്ന്
അത് കാണും ഉറപ്പാ. മതി നിർത്ത്. മുകേഷേട്ടാ, നിങ്ങൾ എപ്പോഴും ഒത്തുചേരലുണ്ടല്ലോ അല്ലേ? പഴയ എല്ലാവരുമായിട്ടുള്ള ഒത്തുചേരലും അന്നത്തെ കാലം തൊട്ടുള്ള ആർട്ടിസ്റ്റുകളും നിങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു ഓണവും വിഷുവും എല്ലാവരും കൂട്ടായ്മ, കണ്ടില്ലേ? അതൊരു ഇപ്പൊ തന്നെ കണ്ടില്ലേ? ഒരു അതെ ഒരു rap. ഒരു ഫെറ്റേണിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും മാതൃകയാണ്. ഞങ്ങൾ അഭിനയിച്ചിരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം വിഷു എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ ഡാഷിൽ വരുന്ന 2 ഫംഗ്ഷനാണ്. കേരളയുടെ 2 ഫംഗ്ഷൻ ഏതാണ്? നമ്പർ 1, നമ്പർ 2. അതിൽ ഓണം വിഷു എന്ന് ഞാൻ ഫില്ലപ്പ് ചെയ്യും. അങ്ങനെയാണ്. പക്ഷെ സെറ്റിൽ വരുമ്പോഴേക്കും ഓണമാണ് വിഷു ആണെന്നും പറഞ്ഞിട്ട് സദ്യ കാണും. അല്ലാതെ ഭയങ്കര ആഘോഷമൊന്നുമില്ല. കാരണം ഇമ്മീഡിയറ്റ് സദ്യ കഴിക്കുക, രാവിലെ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത്രയും ചോദിച്ചത് കൊണ്ട് മേനകയുടെ വിവാഹത്തിന്റെ ഒരു ചെറിയ കാര്യം കൊടുക്കാം. മൊത്തം മേനകയുള്ള അധികം ഒന്നും പറയാം. മേനകയുടെ വിവാഹം സുരേഷ് കല്യാണം കഴിക്കുന്നു. പ്രണയ വിവാഹമാണ്. അപ്പം തിരുവനന്തപുരത്ത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഹാളിൽ കുറച്ചൊന്ന് നടന്നു പോകണം. അപ്പം ഞാനും മമ്മൂക്കയും കൂടെ ഒന്നിച്ചാണ് കാറിൽ വന്നത്. നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്ക് 2 സൈഡിൽ നിന്നും ആൾക്കാർ ഭയങ്കര കയ്യടി. എനിക്കല്ല, മമ്മൂക്കയ്ക്ക്. മമ്മൂക്കയുടെ ഒരു ഇങ്ങനെ സൂപ്പർ ടൈം ഇങ്ങനെ വരുവാണ്. അപ്പം മമ്മൂക്ക എൻ്റെ ചെവിയിൽ വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, തിരുവനന്തപുരത്തൊക്കെ നമുക്ക് ആളില്ലെന്നല്ലേ നിങ്ങളെല്ലാം വിചാരിക്കും. കണ്ടോടാ കയ്യടി കണ്ടോ, നമുക്ക് ഇവിടെ ഭയങ്കര ഫാൻസാണ് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരും ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഇങ്ങനെ ആക്കി, ഞാൻ ഇങ്ങനെ ആയി. പുള്ളി പൊട്ടിച്ചിരിക്കുന്നു, പോകുന്നു. അപ്പം എല്ലാവർക്കും അറിയണം എന്താണ് അങ്ങനെ അടിക്കാൻ വന്നതും ഈ തടയാൻ വന്നതും. ഞാൻ പറയാൻ ഒന്നുമില്ല. മമ്മൂക്ക തന്നെ പറഞ്ഞു, പറ, എന്തായാലും എല്ലാവരും അറിയും, പറ. ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞു, തിരുവനന്തപുരത്തൊക്കെ എന്ത് ഫാൻസാടാ, കണ്ടാ കയ്യടി. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മമ്മൂക്ക. ഇക്കണക്കിന് മോഹൻലാൽ വല്ലതും വന്നാൽ എന്തായി. അതാണ് പുള്ളി ഒന്ന് നിന്നിട്ട് അങ്ങനെ ഒരു സംഭവം കൂടി ഇതിനിടയിൽ നടന്നു കേട്ടോ. അതും എൻ്റെ കല്യാണത്തിന്. മേനക മാമിന്റെ കല്യാണത്തിനുള്ള കഥയെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് എന്തെങ്കിലും ബ്രൈഡ് റിലേറ്റഡ് സ്റ്റോറി ആയിരിക്കും. ഇനി എങ്ങാണ്ട് അത് വല്ലതും ഉണ്ടോ? മുകേഷ് മറ്റതിന്റെ ഒരു ബാക്കിയും കൂടെ പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകുമോ എന്നുള്ളൊരു തോന്നല്. മമ്മൂക്കയുടെ കഥയുടെ ബാലൻസ്. ഒരു 3 കൊല്ലം മുമ്പ്, വർഷങ്ങൾ എത്ര വ്യത്യാസം വന്നെന്നറിയാം, ഒരു 3 കൊല്ലം മുമ്പ് മോഹൻലാൽ കൊല്ലത്ത് ഒരു വലിയ ഫംഗ്ഷൻ വന്നു. ടൗൺ ഹാളിലാണ്. ഞാനുണ്ട്, മോഹൻലാലുണ്ട്, രവിപിള്ളച്ചേട്ടൻ്റെ ഫംഗ്ഷനാണ്. രവിപിള്ളച്ചേട്ടനുണ്ട്, മന്ത്രി കെ.എൻ. ബാലഗോപാലുണ്ട്. സ്റ്റേജിലേക്ക് ഞങ്ങളിങ്ങനെ വരുവാൻ നടന്നു, ഞാനും മോഹൻലാലും കൂടെ നിൽക്കും. ഭയങ്കര കയ്യടി, ലാലേട്ടാ ലാലേട്ടാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ലാലിൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, കൊല്ലത്തൊക്കെ ലാലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഞങ്ങളുടെ കൊല്ലത്ത് എന്താ ജനത്തിൻ്റെ ഒരു ആവേശം നോക്ക്. ലാലേട്ടാ ഇന്ന് രാവിലെ 7 മണി മുതൽ നിൽക്കുകയാണ്. അതാണ് മോഹൻലാൽ, കൊല്ലത്തിൻ്റെ ഒരു സ്വത്താണ് നിങ്ങൾ എന്നാ പുള്ളി. ഞാൻ പറഞ്ഞു, ഈ കണക്കിന് മമ്മൂട്ടി വല്ലതും വന്നാൽ എന്തായി. പുള്ളി അടിക്കാനൊന്നും വന്നില്ല, നടന്നു പോകുന്ന വഴിക്ക് റിയാക്ഷൻ ഇല്ല, ഒരു നോട്ടം മാത്രം. അങ്ങനെ 2 പേർക്കും പണി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു കഴിയുള്ളൂ അല്ലേ? ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരെ വിഷു ബമ്പറിന്റെ ഈ ഒരു വേദിയില് ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ചാക്കോച്ച് നമ്മളെ ജോയിൻ ചെയ്യാൻ പോവാണ്. എല്ലാരും ഞെട്ടിയില്ലേ? ചാക്കോച്ച് ഇവിടെ നേരിട്ട് എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി ഇപ്പോ സാങ്കേതിക വിദ്യയൊക്കെ ഇങ്ങനെ വികസിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ചാക്കോച്ചിനെ ഒന്ന് വീഡിയോ കോളിൽ ഡയൽ ചെയ്താലോ? ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് ഒരുമിച്ച് വിളിച്ചു നോക്കാം. തിരക്കായതുകൊണ്ട് കിട്ടുമോന്ന് അറിയില്ല. നമുക്ക് ചാക്കോച്ചിനെ ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ ഹലോ, ചാക്കോച്ച കേൾക്കുന്നുണ്ടോ? അതാ ചാക്കോച്ച, ഹലോ, നമസ്കാരം, ഹാപ്പി വിഷു. ഹാപ്പി വിഷു, താങ്ക് യു. ഞാനൊരു വല്ലാത്തൊരു ദുരൂഹ സാഹചര്യത്തിലായി പോയി. ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കാണ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ഇപ്പൊ കയ്യിൽ പോയി. ഫ്രെയിം ഓക്കെയാണ് ചാക്കോച്ച, നല്ല സുന്ദരനായിട്ടുണ്ടല്ലേ? ഇവിടെ കുറെ പേര്, അതെ, നമ്മളെല്ലാരും ഇവിടെ ചാക്കോച്ചനെ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു. ഇപ്പൊ നിറകണ്ണുകളോട് നമ്മൾ, അതായത് കണ്ണ് നിറയല്ലേ, അതെ, കണ്ണ് നിറച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാ ഇപ്പൊ പ്രേക്ഷകർ ഒരു സൈഡിൽ തിയേറ്ററിൽ മുഴുവനും ദുരൂഹ സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, വിഷു ട്രീറ്റ് ആണോ ചാക്കോച്ച നമുക്ക് വേണ്ടിയിട്ട്?
തീർച്ചയായിട്ടും ഒരു ദുരൂഹ സാഹചര്യം എന്നുള്ള പേരാണെങ്കിൽ പോലും എല്ലാവർക്കും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത് നമ്മൾ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള പോലെ അടി, ആക്ഷൻ, പ്രേമം ഈ പരിപാടികളെല്ലാം ഉണ്ട്. ഒരുപാട് ഫണ്ണുണ്ട്, സറ്റയർ ഉണ്ട്. അപ്പൊ അതെല്ലാം തീർച്ചയായിട്ടും ഒരു 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 കണ്ടൻസ്ഡ് ഫോമിൽ, ഒരു എന്റർടൈൻമെന്റ് ഒരു ഫോമാറ്റിലാണ് നമ്മൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു വിഷുക്കൈ നീട്ടമായിട്ട് തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ തിരിച്ചും ആ വിഷുക്കൈ നീട്ടം നിങ്ങളെ പടം സ്വീകരിക്കുന്ന വഴി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വിഷുക്കൈനീട്ടം രതീഷ് ചേട്ടനൊപ്പം ഇത് രണ്ടാമത്തെ തവണയല്ലേ വർക്ക് ചെയ്യുന്നത്? ശരിക്കും മൂന്നാമത്തെ സിനിമയാണ്. അദ്ദേഹത്തിന്റെ സൂസു എന്ന ചിത്രത്തില് ഒരു ചെറിയൊരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഇവിടെ ഞാനല്ലാതെ ഒത്തിരി അധികം ആൾക്കാരുണ്ട്. മുകേഷ് ചേട്ടനുണ്ട്, മേനക മാം ഉണ്ട്, ശാന്തി മാം ഉണ്ട്, ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്, പ്രചോദേട്ടനുണ്ട്, നസീറൊക്കെ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എല്ലാവരും ഉണ്ട്. ഹാപ്പി വിഷു, ഹാപ്പി വിഷു മുകേഷ് ചേട്ടാ. ഹാപ്പി വിഷു. How are you? All good ചേച്ചി, ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ബോത്ത് ഓഫ് യു. Thank you. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. ഈ കൊല്ലം ചാക്കോച്ചന്റെ ഏറ്റവും വലിയ വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം കേട്ടോ. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ട്രെയിലറൊക്കെ കണ്ടു. It was really good. താങ്ക് യു ചേച്ചി. And you're looking so cute. അല്ലേ? അമ്മ അതൊരു ഓൺ സ്ക്രീൻ അമ്മയുടെ കയ്യിൽ നിന്നുള്ള ഉമ്മയാണ്. മാർപ്പാപ്പ അമ്മയാണ്. മേരിയമ്മയാണ്. ഇതിപ്പോ പറയാനിരിക്കുവായിരുന്നു ചാക്കോച്ച, എന്ത് ലുക്കാ, ഭയങ്കര ഹാൻസം ആയിട്ടുണ്ട് കാണാൻ. എന്റെ മോനല്ലേ അതിന്റെയാണെന്നല്ലേ? തീർച്ചയായിട്ടും, നാച്ചുറലി. ചാക്കോ, ഇത് ഏത് പടത്തിന്റെ ഷൂട്ടിംഗിലാണ് ഇപ്പോൾ ഉള്ളത്? ചേച്ചി ഇതിപ്പം അമൽ നീരദിന്റെ ഒരു സിനിമയാണ്, ബാച്ചിലർ പാർട്ടി 2. അപ്പൊ അതിന്റെ അപ്പം ഇതല്ല ലുക്ക് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. വിഷുക്കൈ നീട്ടമായിട്ടുള്ള നല്ലൊരു പടമായിരിക്കട്ടെ അത്. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. നമുക്കൊന്ന് പറഞ്ഞു തരൂ, ഇത് എന്ത് കൈൻഡ് ഓഫ് മൂവിയാണ്? ദുരൂഹ സാഹചര്യത്തിൽ ഇപ്പൊ പേര് കേട്ടു, ട്രെയിലർ കണ്ടിട്ട് ക്രൈം ആയിട്ട് എന്തെങ്കിലുമൊക്കെ റിലേഷൻ ഉണ്ടോ എന്നൊരു ഇത് നമുക്ക് തോന്നി. അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, ഇത് ബേസിക്കലി നമുക്ക് അറിയാം, രതീഷ് പൊതുവാളിന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ സറ്റയർ എന്തായാലും ആ സിനിമയിലുണ്ടാവും. അത് ഓഫ് കോഴ്സ് ഈ സിനിമയിലും ഉണ്ട്. അതോടൊപ്പം തന്നെ നർമ്മവും ഇമോഷനും ഇതുവരെ രതീഷിന്റെ പടങ്ങളിൽ ഇല്ലാത്ത കുറച്ച് ആക്ഷൻ സീക്വൻസുകളും കൂടെ ഈ സിനിമയിലുണ്ട്. ക്രൈം ത്രില്ലർ ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രം അങ്ങ് ചുരുക്കപ്പെടേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലൊരു സംവിധായക സംഗമമാണല്ലോ ചാക്കോച്ച. ഞങ്ങൾ നോക്കിയിട്ട് ദിലീഷ് പോത്തനുണ്ട്, ചിദംബരം ഉണ്ട്, രതീഷ് പൊതുവാൾ ഉണ്ടല്ലേ? അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതെ, രാജേഷ് മാധവ് ഉണ്ട്. ശരിക്കും ഇതില് രതീഷ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടെ ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്. അടിപൊളി. ഈ നാല് സംവിധായകരിൽ 3 പേര് അഭിനയിക്കുന്നുണ്ട്. ഒരാൾ അയാളുടെ സ്വന്തം കാര്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചുമ്മാ അല്ല ഞങ്ങൾക്ക് പടം കിട്ടാത്തത്, എല്ലാ സംവിധായകരും അവിടെ കൊണ്ട് ചാക്കോച്ചോ, എന്തോ സംക്രാന്തി എന്തോ സംക്രാന്തി കൂട്ടാ. എപ്പോഴാ ഞങ്ങളുടെ ഈ വേദിയിലേക്ക് വരുന്നത്? സത്യമായിട്ട് എന്തെങ്കിലും ആവുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓടിപ്പറിച്ച് അവിടെ വന്നേനെ. എന്ത് ചെയ്യും? ചാക്കോച്ചന്റെ ഹുക്ക് സ്റ്റെപ്പ് ഞങ്ങളെല്ലാം കളിച്ചു കേട്ടോ. അടിപൊളി. ഞങ്ങളെ ചേട്ടൻ പഠിപ്പിച്ചതിന് സോറി. അടുത്ത പ്രാവശ്യം നമുക്ക് വരുമ്പോ നേരിട്ട് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ചെയ്യാം. ചാക്കോച്ചനെ പഠിപ്പിച്ച മാസ്റ്റർ ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു എന്താ പറഞ്ഞ അനുഗ്രഹമല്ലേ, ഭാഗ്യമല്ലേ? ബിജുക്കുട്ടൻ എന്റെ മറ്റേ ബൊഗൈൻവില്ലയിലെ സ്റ്റെപ്പല്ലേ ചെയ്തിട്ട്. പക്ഷെ എടുത്തു പറയണം, വാഴ 2-ല് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് എടുത്തു പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ബിജു ആണെങ്കിലും അല്ലെങ്കിൽ സുധീഷ് ആണെങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു പെർഫോമൻസ് ആ രീതിയിൽ ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന പറയുമ്പോൾ ഒരു വെരി ഹാപ്പി, സോ ഹാപ്പി ഫോർ യു. എന്തായാലും ഈ സിനിമ ഈ വിഷു കാലം തൂക്കട്ടെ. എന്തായാലും ചാക്കോച്ചന്റെ സിനിമ അതുപോലെ നല്ല സിനിമകൾ എല്ലാ അർത്ഥത്തിലും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് രതീഷ് പൊതുവാളിന്റെ സിനിമയിലാണ് നമുക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയല്ലേ? എന്തായാലും ഈ സിനിമക്കും ചാക്കോച്ചനെ തേടി ഒരു അവാർഡ് വരട്ടെ. നാട്ടങ്ങ് പൊന്നാവട്ടെ. ചാക്കോച്ച, എനിക്കൊരു അഡ്വൈസ് ഉണ്ട്. ഏത് സാഹചര്യമാണെങ്കിലും നമ്മൾ ക്രിക്കറ്റ് പ്രാക്ടീസ് മുടക്കരുത് കേട്ടോ. അടുത്ത നമുക്ക് ഉടനെ കൂടണം. തോറ്റ് മടുത്തില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പം എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. നിങ്ങൾക്കും എല്ലാവർക്കും എന്റെയും ദുരൂഹ സാഹചര്യത്തിൽ ടീമിന്റെയും വിഷു ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും അവിടെ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും ഈ പ്രോഗ്രാം താങ്ക് യു സോ മച്ച് ചാക്കോച്ച. ഒരു ദിവസം വരണോട്ടോ ഐറ്റം വേറെ വേദിയില്. പക്ക പ്രോമിസ് അല്ലേ? പിന്നെ നമുക്ക് ദൈവം സഹായിച്ച് ഈ സിനിമയുടെ തന്നെ ഒരു വിജയാഘോഷം നമുക്ക് അവിടെ തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. ഹാപ്പി വിഷു. ടാറ്റാ. ഹാപ്പി വിഷു. താങ്ക് യു.
എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. പ്രേക്ഷകരെ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? നല്ലൊരു വിഷുവൊക്കെ ആയിട്ട് ചാക്കോച്ചനെ വീഡിയോ കോളിൽ കണക്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചു. അപ്പോൾ എന്തായാലും 15-ാം തീയതി ഇന്ന് മുതൽ ദുരൂഹ സാഹചര്യത്തിൽ തിയേറ്റേഴ്സിൽ ഓടുന്നുണ്ട്. എല്ലാവരും പോയിട്ട് കാണാം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരെ വിഷു ബമ്പർ എപ്പിസോഡിൽ ഇവിടെ വരുന്ന സെലിബ്രിറ്റി സ്റ്റാർസിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇപ്പം നമ്മൾ കുറച്ച് പേര് നമ്മളോടൊപ്പം ഓൾറെഡി ഉണ്ട്, കുറച്ച് പേര് ഇവിടെ വന്നു. അഗൈൻ വീണ്ടും ഇവിടെ ഒരു കൂട്ടം സെലിബ്രിറ്റീസ് വരാൻ പോവുകയാണ്. ഇന്നിപ്പോൾ അതാ 2 ദിവസത്തിനകം, അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 17-ാം തീയതി റിലീസാകാൻ പോകുന്ന മധുവിധു എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം അതിന്റെ ഡയറക്ടർ ആൻഡ് ആക്ടേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. അവരാരൊക്കെയാണ് എന്ന് നമുക്ക് കാണാം. നേരെ നമുക്ക് അവരിങ്ങോട്ട് വെൽക്കം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം ടീം മധുവിധു. ഹലോ, ഹാപ്പി വിഷ്ണു. അല്ല, വിഷു. ഡയറക്ടറാണ്, വിഷ്ണു എന്നാണ് പേര്. അപ്പൊ അത് ഇതും കൂടെ ഞാൻ നേരത്തെ ചേട്ടാ ഹാപ്പി അല്ലേ? പുതിയ പടം റിലീസ് കണ്ടോ? അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ റിലേക്ക് പോയി. അതെ, മധുവിധു അല്ലേ? മധുവിധു നിൽക്കുന്ന മീനാക്ഷിയാണ്. എനിക്ക് മധുവിധു സമയമില്ലല്ലോ, ഞാനിവിടെ അല്ലേ, അവനവിടെ, ഞാനിവിടെ. മധുവിധു അപ്പൊ ആദ്യം ഈ പടം ഒന്ന് കാണാം അല്ലേ? അപ്പൊ എന്താണ് മധുവിധു? ഷറഫുക്ക, മധുവിധു ഒരു സിനിമയാണ്. സിനിമയാണെന്ന് എനിക്കറിയാം, പക്ഷെ മധുവിധുവിൽ എന്താണുള്ളത് എന്നാണ് എന്റെ ചോദ്യത്തിന്റെ ഒരു അർത്ഥം. നമ്മൾ തന്നെ ചോദിക്കണോ? എന്തൊക്കെ ഉണ്ട് നമ്മൾ തന്നെ ചോദിക്കണോ? അത് എനിക്കറിയില്ലല്ലോ, ഞാനിപ്പം ന്യൂലി മാരീഡ്. ന്യൂലി മാരീഡിനല്ലേ ഏറ്റവും കൃത്യമായിട്ട് സമയമില്ലല്ലോ, അതല്ലേ. അപ്പൊ തൽക്കാലം ഈ മധുവിധു വെച്ച് ഞാൻ അപ്പൊ ഷറഫ അത് പറഞ്ഞു തരും എന്താന്നുള്ളത് അല്ലേ? മോളെ, മധുവിധു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സിനിമയിലെ അതിന്റെ കഥയുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മധുവിധു ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ കല്യാണത്തിനോട് അടുക്കുമ്പോൾ അവൻ്റെ മധുവിധുവിന് പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണെന്നാണ് തോന്നുന്നത്. കല്യാണ മുടക്കികൾ, അങ്ങനെ പല. അത് പക്ഷെ ആരാണ് കല്യാണ മുടക്കികൾ, അവർക്ക് ഇവരുമായിട്ട് എന്താണ് പ്രശ്നം, ഇതൊക്കെയാണ് സിനിമയുടെ ഒരു കഥ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് കല്യാണിക്കുട്ടി, കല്യാണി പണിക്കർ. കല്യാണി ഇത്രയും നാളും നമ്മൾക്ക് റീൽസിലൂടെയും ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വളരെയധികം സുപരിചിതയാണ്. ബിന്ദു പണിക്കർ മാമിന്റെ മകളാണ്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് സിനിമയിൽ നായികയാവുന്നത്. അപ്പൊ അതിന്റെ വിശേഷം നമുക്കൊന്ന് കല്യാണിയോട് ചോദിക്കാം. ടെൽ മീ കല്യാണി. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ ആദ്യത്തെ സിനിമ റിലീസാവുന്നതിനോട് അനുബന്ധിച്ച് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ അമ്മ അച്ഛനൊക്കെ സ്ഥിരം കാണുന്ന പരിപാടിയാണിത്. ഞാൻ എപ്പോഴും കാണാറുണ്ട്. അച്ഛൻ എപ്പോഴും ഇതിൻ്റെ റീൽസും പരിപാടികളൊക്കെ എപ്പോഴും കാണും. മധുവിധു എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. നല്ലൊരു കുഞ്ഞ് ഫാമിലി പടം. എല്ലാവർക്കും സന്തോഷമായിട്ട് വന്ന് ചിരിച്ച് സംതൃപ്തിയായിട്ട് പോകാം. ഈ ഫസ്റ്റ് സിനിമയുടെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ഇരുന്നപ്പോൾ വീട്ടിൽ 2 പുലികളാണല്ലോ ഓൾറെഡി ഉള്ളത്. അവർ തന്ന ഉപദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർ എന്തൊക്കെയാണ് പറഞ്ഞു തന്നത്? സത്യം പറഞ്ഞാൽ മധുവിധുവിന്റെ കഥയൊന്നും അവർ ആദ്യം കേട്ടിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാറില്ല, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. അവർ 2 പേരും സിനിമയിൽ ഉണ്ടല്ലേ? ഉണ്ട്. ഓ, അതപ്പോ ഒരു ഭയങ്കര സ്പെഷ്യൽ മധുരം അല്ലേ? ഇരട്ടി മധുരമാണ് എനിക്ക്. സായിച്ചൻ എൻ്റെ അച്ഛനായിട്ട് തന്നെയാണ് സിനിമയിൽ. അത് എല്ലാവർക്കും കിട്ടണ ഭാഗ്യമാണെന്ന് അറിയില്ല. ഒത്തിരി ഒരുപാട് സന്തോഷം. അത് അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. മുകേഷ് ചേട്ടാ, ഇവര് 3 പേരും ഇപ്പൊ കല്യാണിയുടെ ആദ്യത്തെ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അല്ല, എനിക്ക് ഈ മീനാക്ഷി ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ശാന്തികൃഷ്ണൻ എൻ്റെ അടുത്ത് ചോദിച്ചു, പുതിയ നായികയാണോ? ഞാൻ പറഞ്ഞു പുതിയതാണ്, ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പുതിയവരെല്ലാവരും ഒരേപോലെ ഇരിക്കുക ഇപ്പം. ആരാ ഏതാ നേരത്തെ വന്നിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ബിന്ദു പണിക്കരുടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് 2 പേർക്കും ഒരു വളരെ എന്താ പറയുന്നത് സുന്ദരമായ ഒരു ഞെട്ടൽ, സന്തോഷമുള്ള ഒരു ഞെട്ടൽ. എല്ലാ ഭാവങ്ങളും പ്രത്യേകിച്ചും വിഷുവും കൂടെ ആയതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും വിജയങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു. അപ്പം ഇനി നമുക്ക് നേരെ ഞാൻ ഡയറക്ടറിലേക്ക് പോട്ടെ. അപ്പൊ വിഷ്ണു ചേട്ടാ ഡെബ്യൂ മൂവിയാണ് അല്ലേ? അപ്പം അത് ഇത്രയും നല്ലൊരു സ്റ്റാർ കാസ്റ്റില് പുതിയൊരു നായികേനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യാൻ പോവാണ്. അതിന്റെ ഒരു സന്തോഷം ഒന്ന് പങ്കുവയ്ക്കൂ. ബേസിക്കലി നല്ലൊരു കാസ്റ്റില് ഡെബ്യൂ മൂവി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് എല്ലാവരെ പോലെ തന്നെ ഭയങ്കര സന്തോഷം. അതും ഒരു
ഡെബ്യൂ ആയിട്ടുള്ള ആക്ട്രസിനെ കിട്ടി, നമ്മളതെ കൊണ്ട് ചെയ്യിച്ച് സിനിമ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഷറഫും എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു. സിനിമയുടെ മൂഡ് പോലെ തന്നെയായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. മൊത്തത്തിൽ സന്തോഷം. അടിപൊളി. മീനാക്ഷി, അത് മാത്രം പോരാ, അതിന്റെ ബാക്കി എങ്ങനെയാണ് ഏതൊക്കെയാണെന്നൊന്നും വിട്ട് പറയുന്നില്ലല്ലോ അവര്. അത് ഇതിനെ കുറിച്ച് ഞങ്ങൾ അത് കേൾക്കാനായിട്ടാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്ന പാട്ടിനെ കുറിച്ച്. അത് നസീർക്കാരുടെ ഐഡിയ ആണ്. നസീർക്ക സിനിമ കാണാൻ പോകില്ല തിയേറ്റർ. ഇങ്ങനെ കേട്ടെങ്കിലും എന്റെ പടമെങ്കിലും കാണും പ്ലീസ്. പടം കാണാം. കഥ കേട്ടിട്ട് ഞാൻ കഥ എനിക്കറിയാം പോണില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അസീസിക്കയുടെ വേഷം എന്താണ്? അല്ല, ഞാൻ അറിയാലോ, നമ്മള് സ്ഥിരം ചിറ്റപ്പൻ. ഞാൻ ഷറഫുദ്ദീന്റെ ചിറ്റപ്പനാണ്, അച്ഛൻ്റെ അനിയനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അവൻ്റെ കല്യാണം നടക്കാനുള്ള, അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന കുടുംബത്തിലെ ഒരു ആളാണ് രാജൻ. ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയിലാണ് ഇതിനു മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വളരെ പെറ്റ് ഡിറ്റക്റ്റീവ് വന്നിരുന്നല്ലോ, ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നമ്മൾ ഷറഫുഖേനെ കണ്ടത്. നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കോമഡി ആൻഡ് റൊമാൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഇതിലും അങ്ങനെ തന്നെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങൾക്ക് അതിലും ഇഷ്ടപ്പെടും. ക്യാരക്ടർ നെയിം എന്താണ് ഷറഫുഖ? അമൃതരാജ്. അമ്മു എന്ന് വിളിക്കും. അമ്മു എന്ന് വിളിക്കുന്ന വെറൈറ്റി പേര്. എന്റെ പേര് അംബരീഷ്. അല്ല, അതിനൊരു കാരണമുണ്ട് കേട്ടോ. അംബരീഷും രാജ്കുമാറൊക്കെ എന്താ പറയാ, ഈ സിനിമയിലെ ജഗദീശന്റെ കഥാപാത്രത്തിന്റെ പേരാണ് രാജ്കുമാർ. അപ്പൊ അങ്ങനെ കഥാപാത്രങ്ങൾക്ക് പേര് വരാനൊക്കെ കാരണമുണ്ട് സിനിമയില്. പാട്ടിനെ കുറിച്ചും കേൾക്കാൻ ആഗ്രഹമുണ്ട്. പാട്ട് ആരാണ് പാടിയിരിക്കുന്നത്? മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹിഷാമാണ്. നമുക്ക് 6-8 പാട്ടുകളുണ്ട് സിനിമയിൽ മൊത്തം. കുറച്ച് മ്യൂസിക്കലാണ്. ഫാംകോം എന്നാണ് നമ്മൾ ശരിക്കും സിനിമനെ ഒരു ജോണർ എന്ന് പറഞ്ഞാൽ ഫാമിലി കോമഡി. ഫാംകോം എന്നുള്ള ഒരു ജോണറിലാണ്. ഭയങ്കര നമുക്ക് ഇഷ്ടാവുന്ന മേലെ പറമ്പിൽ ആൺവിട, അല്ലെങ്കിൽ ആ ഒരു അത്ര കൂളായിട്ടുള്ള സിനിമയാണ്, അത്രയും വാമത്തുള്ള സിനിമയാണ് അല്ലേ നമ്മൾ പുതിയൊരു വേർഡാണ് ഫാംകോം മൂവിയാണ്. മധുവിധു ഏപ്രിൽ 17-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. ആണല്ലേ? അപ്പൊ എനിക്ക് ഫ്രീ ടിക്കറ്റ് തരണം. അല്ല, ഇനിയിപ്പോ ഡേറ്റ് മാറ്റാൻ പറ്റില്ല. എന്നിട്ട് വിശേഷങ്ങൾ പറയും. ഏത് വിശേഷം? മധുവിധു രണ്ടിനും എന്റെ മധുവിധു സിനിമ മധുവിധു അങ്ങനെ. അസീസേ, ഇന്ന് കല്യാണം കഴിഞ്ഞ ഭർത്താവിനെ കുറിച്ച് മറ്റേ എന്റെ അമ്മ പറയും, അമ്മ ഷറഫിന്റെ വലിയ ഫാനാണ്. ഓർക്കുന്നില്ലേ? ഇവിടെ ആര് വന്നാലും പറയും. മീനാക്ഷി പറയും. ഇപ്പൊ മാറി ഇപ്പൊ ഭർത്താവിലേക്ക്. നിങ്ങളും അപ്പൊ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നല്ല ഫണ്ണായിരുന്നോ? ഇല്ല, ഞങ്ങളെല്ലാം പിണങ്ങിക്കുമായിരുന്നു. ആക്ഷൻ പറയുമ്പോൾ വിട്ടും. അപ്പൊ എല്ലാവരും പിണങ്ങും. ചോദ്യം ചോദിക്കണ്ടായിരുന്നു. ട്രെയിലർ കാണാൻ സമയമായെങ്കിൽ നമുക്ക് ട്രെയിലർ കാണാം. അല്ല, വിഷ്ണുവിന്റെ ഫസ്റ്റ് പടമാണ്. എങ്ങനെയായിരുന്നു ഷറഫിന്റെ അടുത്തേക്ക് ഈ സ്റ്റോറി ആയിട്ടൊന്ന് പറഞ്ഞ് ഡേറ്റ് കിട്ടി പരിപാടികളെ കുറിച്ച്? അതെ, അതൊരു വലിയ കാര്യമാണ്. അല്ല, ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ പോലെ കഥ വന്നു. ജയ്യും ബിബിനും ആണ്. ജയ് ലാസ്റ്റ് ഫിലിം ഷറഫിന്റെ പെറ്റിന്റെ റൈറ്റർ ആയിരുന്നു. മധുര മനോഹര മോഹം. അങ്ങനെ നമ്മളൊരു സബ്ജക്ട് വർക്കൗട്ട് ചെയ്ത സമയത്ത് ഷറഫിന് ചെയ്തതാണ്. അപ്പം അങ്ങനെ ചെന്ന് കഥ പറയാൻ പറ്റി. കഥ പറഞ്ഞപ്പോൾ തന്നെ അത് ഷറഫിന് വർക്കായി. അങ്ങനെ സിനിമയിലേക്ക് എത്തി. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനൊരു പ്രൊഡക്ഷൻ, ഈ പറഞ്ഞ പോലെ അജിത് വിനായക എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി, ഷറഫിന്റെ പേര് ആക്ച്വലി അവർ തന്നെ നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു നല്ല പ്രൊഡക്ഷനും നമുക്ക് ആ സമയത്ത് അലൈൻഡ് ആയപ്പം മധുവിധു ഹാപ്പനായി. ഞാൻ ഈ പടത്തിൽ ഇന്നാവുമ്പോൾ അച്ഛൻ ശരിക്കും ഇല്ലായിരുന്നു, ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇന്നായി കഴിഞ്ഞിട്ടാണ് ഇവരിങ്ങനെ സായിച്ചനെ തന്നെ ചെയ്താലോ, ഭയങ്കര ടെൻഷനായിരുന്നു സത്യം പറഞ്ഞ. ദൈവമേ, ആദ്യത്തെ സിനിമയിൽ തന്നെ ട്രെയിനിന് തല വെക്കണ പോലെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ആദ്യത്തെ സിനിമയിൽ തന്നെ അച്ഛൻ ഇങ്ങനെ എന്താ പറയാ കൂടെ അഭിനയിക്കാന്നുള്ളത് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി, സൂപ്പർ. അല്ല, ടീച്ചർ കാണുമ്പോൾ നമുക്കറിയാം ഷറഫ് പറഞ്ഞോട്ട് ഒരു ഫാമിലി കോമഡി അതിനകത്ത് കാണുന്നുണ്ട്. ബിജുചേട്ടൻ്റെ അടുത്ത് കൺഗ്രാറ്റുലേഷൻസ്. ബിജുചേട്ടാ അടിപൊളിയായിരുന്നു. എന്തായാലും അത് പറയണ്ടേ, ഇവിടം വരെ വന്ന് കണ്ടിട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. വീട്ടിലെല്ലാവരും ഞങ്ങളടക്കം എല്ലാവരും കരയി പൊളിച്ചടിക്കി. ചേറ് മാറി ചേറുതല്ലായിരുന്നു. അപ്പൊ നമുക്കിനി നേരെ നമ്മുടെ ഗസ്റ്റുകളിലേക്ക് പോവാം. അവരും കണ്ടിരുന്നു നമ്മുടെ ഒപ്പം ടീച്ചർ. ശാന്തി മാം, എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ? ആക്ച്വലി ഐ ഫെൽറ്റ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്ന് വെച്ചാൽ എസ്പെഷ്യലി കല്യാണിയുടെ ഇൻട്രോവും കൂടെ ആകുമ്പോൾ ഇറ്റ് ഹസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഒരു പുതുമ നമുക്ക് മൊത്തത്തിൽ. എന്ന് വെച്ചാൽ ഒരു പുതിയ ഹീറോയിൻ വരുമ്പോൾ ഉള്ള ഒരു കൗതുകം, അത് കാണുമ്പോൾ അവളുടെ ഫസ്റ്റ് ഷോട്ട്, ആൻഡ് യു ആർ ലൈക്ക് എ സീസൺഡ് ആക്ടർ. അതിൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ന്യൂ കമർ പോലെ തോന്നിയില്ല. താങ്ക് യു മാം. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓഫ് കോഴ്സ് ഷറഫിനെ പിന്നെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ആദ്യത്തെ ഞണ്ടുകൾ തൊട്ട് ഷറഫാണ് അവിടെ കിടക്കുന്നത്, മാസ്റ്റർ പീസ് തൊട്ട് എല്ലാം. സോ ഐ നോ ഹൗ ടാലൻറ്റഡ് ഹി ഈസ്. അപ്പോൾ നിങ്ങളുടെ ഈ പെയർ തന്നെ എനിക്ക് തോന്നുന്നു വളരെ നന്നാവും.
ആൻഡ് പുതിയ ഡയറക്ടർ ഓഫ് കോഴ്സ് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഐ എം ഓൾസോ വെരി കീൻ ഓൺ വാച്ചിങ് ദിസ് മൂവി. സോ ഓൾ ദ ബെസ്റ്റ് ടു ദ ഹോൾ ടീം. അടിപൊളി. മുകേഷ് ഏട്ടൻ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ടീസർ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്നല്ല, ഞാൻ ഈ സിനിമയിൽ വന്ന അന്ന് മുതൽ എൻ്റെ മനസ്സിലും ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഈ തരത്തിലുള്ള സിനിമകൾ ഓടണമെന്നുള്ളതാണ്. കാര്യം എൻ്റെ ജനുസാണ്. അതെ അതെ അതെ. നമ്മളിങ്ങനെ ഭയങ്കര ഹെലികോപ്റ്ററിൽ വന്ന് ഡബിൾ ഇങ്ങനെ അടിച്ച് താഴെ വീണിട്ട് ബോംബെടുത്തെന്നൊക്കെ പറയുന്നത് എനിക്കിഷ്ടപ്പെടുമെങ്കിലും മനസ്സിനകത്തൊരു സന്തോഷം കാണത്തില്ല. കാര്യം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു സാധാരണ ചെറിയ ഒരു പടം, അതായത് ഒരു ഫാമിലി കോമഡി പടം ഓടുമ്പോഴാണ് സിനിമ സജീവമാവുന്നത്. മറ്റേ ഒരു പടം ഇറങ്ങുമ്പോൾ അത്രയും പൈസയൊക്കെ മുടക്കി ഭയങ്കര സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഓടുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് എത്തപ്പെടാൻ പറ്റാത്ത റീച്ചില്ല. എന്നാൽ ഇങ്ങനെ ഒരു സിനിമ ഓടുമ്പം ഇങ്ങനെ ഇതോടിയെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ സിനിമയായിട്ട് വരാമല്ലോ എന്ന് പറയുന്ന ഒരു ഭയങ്കര മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെയാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഓടണം. അപ്പോൾ അതുകൊണ്ട് ഫാമിലി കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷവും ആഗ്രഹവുമുള്ള ഒരു ജനുസാണ് അത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ സിനിമയിലുള്ള ഒരു ജനറേഷനിലുള്ള ഒരു വെറ്ററൻ ആക്ടർ ഒരു ന്യൂ കമറിന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ എന്തായിരിക്കും കല്യാണിയോട് മാമിന് പറയാനുള്ളത്? ഞാൻ എൻ്റെ മോൾ അഭിനയിക്കാൻ പോയപ്പോഴേ രണ്ട് അഡ്വൈസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് കാശ് മേടിക്കുക. ഒന്ന്, ബി ഓൺ ടൈമിന് പോയി നിൽക്കുക. നമ്മൾ ആരും കാത്തു നിൽക്കരുത്. നമ്മളെപ്പോഴും അവിടെ നേരത്തെ ഇരിക്കണം. അത് ഫസ്റ്റ്. പിന്നെ പ്രൊഡക്ഷൻ ബോയ് തൊട്ട് ഡയറക്ടർ വരെ സെയിം ആയിട്ട് നമ്മൾ റെസ്പെക്റ്റും അഫെക്ഷനും കൊടുക്കുക. ഇത് രണ്ട് മാത്രം മതി. അഭിനയം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, തന്നെ പ്രാക്ടീസ് ആയിക്കോളും, അതൊക്കെ വന്നോളും. പക്ഷേ പ്രൊഡ്യൂസറുടെ അടുത്ത് മോള് ഒരു ചായ വെച്ച് പ്രൊഡക്ഷൻ ബോയും ഒക്കെ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ വന്നിട്ട് അങ്ങനെ അതിനൊരു കേസുണ്ട്. അല്ല, പ്രൊഡ്യൂസറിന്റെ അടുത്ത് ചായ ചോദിച്ചാലും കുഴപ്പമില്ല. അദ്ദേഹം പ്രൊഡക്ഷൻ ബോയ് എടുത്ത് അവർക്ക് കൊണ്ട് കൊടുക്കെന്ന് പറയും. മനസ്സിലായി? ചോദിക്കാം, ഒരു ചായ കൊണ്ടുപോടെ. അങ്ങനെ ഇദ്ദേഹം മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്ന പോലെയാണ് മറ്റുള്ളവരെന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ്? എങ്ങനെയുണ്ട്? നമ്മളൊന്ന് ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് എപ്പോഴും സ്വന്തം കാര്യം മാത്രം നിൽക്കുന്ന ആളെ കുറിച്ച് നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല മോളെ, തിരുത്താനൊന്നും പറ്റത്തില്ല. അപ്പൊ അടിപൊളി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. നല്ലൊരു വിഷുക്കാലം നിങ്ങൾക്ക് നേരുന്നു. അപ്പം മധുവിധം നമ്മളെല്ലാവരും ഏപ്രിൽ 17-ാം തീയതി തിയേറ്ററിൽ പോയിട്ട് കാണുന്നതായിരിക്കും. എൻറ്റയർ ടീമിന് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഒരു വിഷു ബമ്പർ എപ്പിസോഡിൽ നിങ്ങൾ 3 പേരും വന്ന് നമ്മുടെ മനസ്സങ്ങോട്ട് നിറഞ്ഞു അല്ലേ? ഞങ്ങൾക്കൊരു കൈനീട്ടം തന്നതായി. വിഷു എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു എൻജോയ്മെൻ്റ് ആണ്, ഒരു പുതിയ തുടക്കമാണ്. നമ്മളൊരു വർഷം അങ്ങനെ വിഷു കൈനീട്ടം അല്ലെങ്കിൽ വിഷുവിന് കണി കണ്ടിട്ട് നമ്മളങ്ങോട്ട് വലത് കാല് വെച്ചങ്ങോട്ട് ഇറങ്ങുകയാണ് ഒരു കൊല്ലത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 പേർക്കും അതിനകത്ത് വളരെ സന്തോഷമുണ്ട്. എന്ന് മാത്രമല്ല, ഇവിടെ ഒരുപാട് പേരെ കാണാൻ പറ്റി. എല്ലാം സന്തോഷമായിരുന്നു. ഒന്നും ദുഃഖത്തിൻ്റെതായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷമത്തിൻ്റെതായിട്ടുള്ള ഒരു ഇതുമില്ല. തുടക്കം മുതൽ തീരുന്നത് വരെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ചിരിച്ചു പോയി എന്നുള്ളതാണ്. ശാന്തി മാമും മേനക മാമും എൻജോയ് ചെയ്തില്ലേ നമ്മളൊപ്പം ഉള്ള വിഷു ആഘോഷം? തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു. ഇത്രയും സന്തോഷമായിരുന്നു ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ തന്നെ. നമ്മൾ ഇതുപോലൊക്കെ ഒരു വിഷു ആഘോഷിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇനി കുറച്ചുകൂടെ ഫ്യൂച്ചർ ആകുമ്പോഴേക്കും ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കൂലേ ഈ വിഷുവിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഓർമ്മ? അപ്പൊ നമുക്ക് ഇത് പറയാം. അടുത്ത വിഷുവിന് ആരെങ്കിലും ചോദിച്ചാൽ ഇതിനെ കുറിച്ച് പറയാമല്ലോ. അതായി നമുക്കൊരു എന്തായാലും പറയും. കാരണം അതുപോലെ ഒരു ഓർമ്മയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സോ പ്ലസ് പറഞ്ഞതുപോലെ മുകേഷ് പറയുന്ന പോലെ നമ്മൾ ഇത്രയും പേരെ വീണ്ടും കാണാൻ സാധിച്ചു. സോ ഇങ്ങനത്തെ ഒക്കെ ഒരു ഒക്കേഷൻ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതൊരു സന്തോഷം തന്നെയാണ്. എല്ലാവരും കാണാൻ സാധിക്കും. പിന്നെ ഓഫ് കോഴ്സ് താങ്ക്സ് ടു ഫ്ലവേഴ്സ് TV. താങ്ക് യു സോ മച്ച്. മുകേഷ് ഏട്ടാ, ഈ പുതിയ കലാകാരന്മാർ ഒരുപാട് പേര് വന്നപ്പോൾ ഇന്ന് തന്നെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊമോഷൻസ് ഒക്കെ വന്നു. പുതിയ കലാകാരന്മാർ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ഈ ഫ്ലോറിലേക്ക് ഒരുപാട് കലാകാരന്മാർ വരാനിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷു സന്ദേശം പോലെ? ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ ആൾക്കാർ സിനിമയിൽ വരണം. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ജോണർ, അവരുടെ കഥകൾ, അവരുടെ കഥാപാത്രങ്ങൾ, ഇതൊക്കെയാണ് സിനിമയെ പിടിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ മൊണോട്ടണിയായി പോകും. ഒരു കണ്ട് മടുത്ത് സ്റ്റൈലായിട്ടുള്ള കാര്യങ്ങൾ ഒരേ സംഭവം തന്നെയാണ്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്ക് ഈ സ്ഥിരമായിട്ട് നിൽക്കുന്ന സീനിയറുകളുടെ പടവും ഒരു പുതുമയാവും. അപ്പം എന്ന് മാത്രമല്ല, വാശിയായിരിക്കും. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു മത്സരം വരും. അപ്പം ഞാൻ ഈ അടുത്ത സമയത്ത്
ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇലക്ഷന് നിന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് മൂന്നാമത്തെ പ്രാവശ്യം ഇലക്ഷന് നിന്നില്ല, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പുതിയ ആൾക്കാർ വരണ്ടേ. ഓ, പുതിയ ആൾക്കാർക്ക് വഴിമാറി കൊടുത്തതാണോ? അപ്പോൾ ഞാനൊന്ന് നിർത്തിയിട്ട് പറഞ്ഞു വഴിമാറി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വഴി വെട്ടി തെളിച്ച് കയറിക്കൊള്ളു. ഈ മാറിക്കൊടുക്കുന്നവർ വഴിയാധാരമാകാതെ നോക്കിയാൽ മതി. അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ശ്രദ്ധയും ബുദ്ധിയും ഒരു എനർജിയും നമ്മൾ കൈവിടരുത്, വിട്ടുകളയരുത്. അതുമാത്രമാണ് രണ്ടു കൂട്ടരെടുത്ത് എനിക്ക് പറയാനുള്ളത്. ഓണമായാലും വിഷു ആയാലും മുകേഷ് ചേട്ടനോട് വന്നു കഴിഞ്ഞാൽ മുകേഷ് ചേട്ടൻ്റെ കുറച്ച് കഥകളുണ്ട് നമുക്ക് കേൾക്കാൻ. വിഷ്ണു ലോകത്തിന്റെ കഥയൊക്കെ ഇന്നാണ് നമ്മൾ ആക്ച്വലി അറിയുന്നത്. അത് ഓർമ്മിപ്പിക്കല്ലേ. ഭയങ്കര സ്പോർട്ടീവ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇവളായതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോ ദേഷ്യം വന്നേനെ. താങ്ക് യു. ഇനി നമ്മുടെ കാര്യക്കാർക്ക് എന്താണ് പറയാനുള്ളത്? നല്ല കളറായില്ലേ ഇവർ വന്നിട്ട് നമ്മൾ. പിന്നെ അതാണ് ആദ്യം പറഞ്ഞത്, നമുക്ക് എന്താണ് ഒരു വിഷു കൈനീട്ടമാണ് ഇവർ തന്നത്. നമ്മൾ അതേപോലെ തന്നെ ഒരു വിഷു കൈനീട്ടം അവർക്ക് തിരിച്ചും കൊടുത്തു. അതിൽ അവർ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. അതെ, തീർച്ചയായിട്ടും. വിജയകുടൻ ചേട്ടാ, ഐറ്റം പേർ എന്ന പ്രോഗ്രാമിൽ 100 എപ്പിസോഡ് 200 എപ്പിസോഡ് 500 എപ്പിസോഡ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ മുകേഷ് ചേട്ടൻ അല്ലെങ്കിൽ ജഗദീഷ് ചേട്ടൻ, അത് നമുക്ക് എന്താ എക്സ്ട്രാ നമുക്കൊരു പവർ തരാൻ വേണ്ടി ഇവർ ആരെങ്കിലും ഒരാൾ വന്നിക്കും. അതിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ ഉറവ് ചേച്ചി ഉണ്ടാവും. ഇപ്പം നമുക്ക് 2 താരങ്ങളെ കിട്ടി, നമുക്ക് 2 ചേച്ചിമാർ. അപ്പോൾ ഇതും നമുക്കൊരു ബൂസ്റ്റിംഗ് ആണത്, നമ്മളെ പ്രേക്ഷകർക്കും ഒരു ബൂസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നത് വളരെ സന്തോഷം, നമുക്കും നല്ലൊരു പോസിറ്റീവ് എനർജിയാണത്. താങ്ക് യു. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ്, അതായത് ആക്ടിങ്, ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അത് എന്താണെങ്കിലും സ്റ്റേജിൽ നമുക്ക് കാണുമ്പോൾ അതിൽ പ്രത്യേക ഒരു സന്തോഷം, പ്രത്യേക ഒരു പാഷനാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലത്തെ പ്രോഗ്രാംസിന് നമ്മൾ വരുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ കാണിക്കുന്നുണ്ട്. താങ്ക് യു. ഒരു ട്രൂ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. അതിനുള്ള കഴിവുള്ളവരാണ് ഇവിടെ സ്റ്റേജിലുണ്ട്. നമ്മുടെ കാലത്തിലൊന്നും സ്റ്റേജൊന്നും ഇല്ല. ഞങ്ങളൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്തേക്ക് ഇങ്ങനെ ഒരു ഷോസോ നമ്മളിങ്ങനെ തെളിയിപ്പിക്കാനായിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അഭിനയമൊക്കെ നിർത്തി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാ ഷോസിന് വേണ്ടിയിട്ടൊക്കെ വെളിയിലൊക്കെ പോകുന്നത്. പക്ഷെ നമുക്കൊന്നും അതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ കാണുമ്പോഴെങ്കിലും നമുക്കൊരു സന്തോഷം, അത് ശരിക്കും കിട്ടി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ ഒരു വിഷുവിന് വന്ന് നമ്മളെ ബ്ലെസ് ചെയ്തതിനും കൈനീട്ടം തന്നതിനും നമ്മുടെ ഒപ്പം ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിലും മേനക മാമിനും ശാന്തി മാമിനും മുകേഷ് ചേട്ടനും ഹൃദയം നിറഞ്ഞ നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വീണ്ടും ഹാപ്പി വിഷു.